നിക്കോണിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറയാണ് Z9 എന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രൈസ് അത്യാവശ്യം കൂടുതലാണ് ഈ ക്യാമറയ്ക്ക്. അത്രയും സ്പെക്ക് ഉണ്ട് അതിനകത്ത്. പക്ഷേ അത് വാങ്ങാൻ പറ്റാത്തവർക്ക് തൊട്ട് താഴെ നിൽക്കുന്ന നല്ല അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ക്യാമറയാണ് Z8 എന്നൊരു ക്യാമറ. അപ്പോൾ ഇതൊരു സ്റ്റാക്ഡ് സെൻസർ ക്യാമറയാണ്. ഈ ഒരു വിലയ്ക്ക് ഫുൾ ഫ്രെയിമിൽ സ്റ്റാക്ഡ് സെൻസർ വേറെ ഒരു കമ്പനിയിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നില്ല. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പീഡ് 7 സീരീസ് പ്രോസസ്സറാണ്. സ്റ്റാക്ഡ് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു, സ്റ്റാക്ഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഈ ഒരു ക്യാമറയിൽ 4Kയിൽ 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഓഡിയോ ഒന്നും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 8Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ചെറിയ ക്രോപ്പ് വരും, എങ്കിലും 8Kയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫുൾ HDയിൽ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡ് ഓഡിയോയ്ക്ക് യാതൊരു പ്രശ്നമില്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് 120 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. മെഗാ പിക്സൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള പടമായിരിക്കും കിട്ടുക, എങ്കിലും നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ IBIS നല്ല ഒരു സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ക്യാമറ തരുന്നത്. ഒട്ടുമിക്ക ഫീച്ചേഴ്സും Z9ലുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സിലും ഉള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാമറയാണ് നിക്കോണിൻ്റെ C8 എന്ന് പറയുന്നത്.